ഇന്ന് 14-ാം തീയതി, പരീക്ഷ നടക്കുന്നത് 20-ാം തീയതി. നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് 6 ദിവസങ്ങളുണ്ട്. ഈ 6 ദിവസത്തെ നിങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ സയൻസിൽ A+ ഉറപ്പിച്ച് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ 6 ദിവസത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഞങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 7:30 നമ്മുടെ ഫസ്റ്റ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ലൈവിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾഡ് പ്ലാനും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഓരോ ദിവസവും നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഓരോ ദിവസവും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റിവൈസ് ചെയ്യുന്നതാണ്. ഇന്നത്തെ ആദ്യത്തെ ലൈവിൽ 1ാമത്തെ ചാപ്റ്റർ മുതൽ 4ാമത്തെ ചാപ്റ്റർ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നാളത്തെ ലൈവിൽ അഥവാ 15-ാം തീയതിയിലെ ലൈവിൽ നമ്മൾ 5ാമത്തെ ചാപ്റ്റർ മുതൽ 9ാമത്തെ ചാപ്റ്റർ വരെ നമ്മൾ സെറ്റ് ചെയ്യുന്നു. 16-ാം തീയതി 10ാമത്തെ ചാപ്റ്റർ മുതൽ 14ാമത്തെ ചാപ്റ്റർ വരെ അങ്ങനെയുള്ള ആകെയുള്ള 14 ചാപ്റ്ററുകളും നമ്മൾ അവിടെ സെറ്റ് ചെയ്യുന്നു. അവിടെ കഴിയുന്നില്ല, നമ്മൾ അവിടെ ചാപ്റ്റർ മുഴുവനായിട്ടാണ് പഠിക്കുന്നത്. ചാപ്റ്ററിലെ ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ മുമ്പിൽ ഇനിയും സമയം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ 17-ാം തീയതി 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും എല്ലാ ചോദ്യങ്ങളുമായിട്ട് നമ്മൾ ലൈവിലേക്ക് വരും. 18-ാം തീയതിയോ 4 മാർക്കിന്റെയും 5 മാർക്കിന്റെയും വലിയ ലോങ് ക്വസ്റ്റ്യനുകളുണ്ട്, അവ ഡിസ്കസ് ചെയ്യും. അതും കഴിഞ്ഞിട്ട് 19-ാം തീയതി മെഗാ മാരത്തോൺ. ആ മെഗാ മാരത്തോണിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളും പറഞ്ഞു തന്ന് 20-ാം തീയതി രാവിലെ മോർണിംഗ് ബൂസ്റ്ററിന് ശേഷമായിരിക്കും നിങ്ങളെ ഞങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് അയക്കുന്നത്. ഈ എല്ലാ ലൈവുകളും ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഇതുവരെ എക്സാമിനേഷന് വേണ്ടിയിട്ട് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ, സോഷ്യൽ സയൻസിൽ ഒരു കാര്യവും നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഈ മുഴുവൻ ലൈവുകളും ഫോളോ ചെയ്യുന്ന കുട്ടിക്ക് A+ ഉറപ്പാണ്. സോ അതുകൊണ്ട് തന്നെ ലൈവുകൾ മിസ്സാക്കരുത്. എല്ലാ ലൈവുകളുടെയും കൃത്യമായ ടൈം നിങ്ങൾ അവിടെ നോട്ടിൽ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ടേബിൾ ഉണ്ടല്ലോ, ആ സ്റ്റഡി ടേബിളിന് മുമ്പിൽ നിങ്ങൾ എഴുതി വെച്ചേക്കുക. 6 ദിവസങ്ങൾ നന്നായിട്ട് ഉപയോഗിച്ചാൽ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന വിഷയത്തിലെ A+, 14 ചാപ്റ്ററുകളുള്ള ഈ ഒരു വിഷയത്തിലെ A+ നമുക്ക് ഉറപ്പിക്കാനാണ്.